പെരുമ്പാവൂർ കൂവപ്പടിയിലെ 400-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മഹാഗണപതി ക്ഷേത്രം അത്യപൂർവമായ മഹാനവചണ്ഡികാ ഹോമത്തിനൊരുങ്ങുന്നു. പ്രാരംഭ ഒരുക്കങ്ങളുടെ ഉദ്ഘാടനം തെക്കേ പുതിയടത്ത മഠത്തിൽ എൻ വിശ്വനാഥൻ നിർവഹിച്ചു. തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രത്തിലെ വേദപണ്ഡിതൻ കണ്ണൻ ദീക്ഷിതരുടെ നേതൃത്വത്തിലുള്ള 11-അംഗ വൈദിക സംഘം മഹാനവചണ്ഡികാ ഹോമത്തിന് കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെയാണ് ഭക്തി നിർഭരമായ ചടങ്ങുകൾ. പെരുമ്പാവൂർ കൂവപ്പടി ബ്രാഹ്മണ സമൂഹത്തിന്റെ കീഴിൽ നൂറ്റാണ്ടുകളായി പരിപാലിച്ചു വരുന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ മഹാനവചണ്ഡികാ ഹോമത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏപ്രിൽ 29-ന് പ്രതിഷ്ഠാ ദിനവും ഏപ്രിൽ 30-നും മെയ് 1-നുമാണ് നവചണ്ഡികാ ഹോമം നടക്കുന്നതെന്ന് ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് എച്ച് പത്മനാഭൻ അറിയിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവന്മാരായ ശ്രീ അയ്യപ്പനും വിഷ്ണു ദുർഗാദേവിയും ഈ രണ്ട് ഉപദേവന്മാർക്കുള്ള പ്രത്യേക പൂജകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചണ്ഡികാ ഹോമം ഇവിടെ നടത്തുന്നത്. ഈ ഗ്രാമത്തിൻ്റെ മൊത്തം അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ ചണ്ഡികാ ഹോമം ഇവിടെ നടത്തുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെല്ലാം നന്മ വരട്ടെ, എല്ലാവർക്കും സമാധാനം ലഭിക്കട്ടെ, എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദേവിക്ക് അർപ്പിക്കുന്ന തമിഴ് ആചാരപ്രകാരമുള്ള ഏറ്റവും മഹനീയമായ ഒരു കർത്തവ്യമാണ് ചണ്ഡികാ ഹോമം. ഇത് നടത്തുന്നത് ചിദംബര ക്ഷേത്രത്തിലെ കണ്ണൻ ദീക്ഷിതരുടെ നേതൃത്വത്തിലാണ്. ിലെ ചിദംബരം ക്ഷേത്രത്തിലെ വേദപണ്ഡിതൻ കണ്ണൻ ദീക്ഷിതരുടെ നേതൃത്വത്തിലുള്ള 11-അംഗ വൈദിക സംഘമാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. 2015-ൽ നടന്ന മഹാകുംഭാഭിഷേകത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ചടങ്ങാണിത്. ഉപദേവതാസ്ഥാനമായ വിഷ്ണു ദുർഗാദേവിയുടെ ശ്രീകോവിലിനു മുമ്പിലായാണ് ഹോമം നടക്കുക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവതാ സങ്കല്പങ്ങളെ ഒരുമിച്ച് ചണ്ഡികാദേവി സങ്കല്പത്തിൽ ആവാഹനം ചെയ്ത് ഹോമരൂപത്തിൽ ആവാഹിക്കുന്ന തമിഴ് ആഗമ സമ്പ്രദായ ആചാരരീതിയിലുള്ള ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുക. പ്രാരംഭ ഒരുക്കങ്ങളുടെ ഉദ്ഘാടനം തെക്കേ പുതിയടത്ത് മഠത്തിൽ എൻ വിശ്വനാഥൻ നിർവഹിച്ചു. നവചണ്ഡികാ ഹോമം സ്വാഗത സംഘം ഓഫീസിന്റെയും കൗണ്ടറിന്റെയും ഉദ്ഘാടനവും ക്ഷേത്രത്തിൽ നടന്നു. സംഘാടക സമിതി ജോയിന്റ് കൺവീനർ എസ് ഹരിനാരായണൻ ക്ഷേത്രചരിത്രം നൽകി. കൂവപ്പടി ഗണപതി വിലാസം ഹൈസ്കൂൾ മാനേജർ എൻ നടരാജൻ ആശംസകൾ അർപ്പിച്ചു. ക്ഷേത്രം വൈദികൻ മഹേഷ് ലക്ഷ്മണ അയ്യർ, ജനറൽ കൺവീനർ എൽ മനോജ്, കൊച്ചുമഠം ലക്ഷ്മണ അയ്യർ, സെക്രട്ടറി എം കൃഷ്ണയ്യർ, എം എസ് ഗണപതി അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗത സംഘം കൗണ്ടറിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചണ്ഡികാ ഹോമം നവചണ്ഡികാ ഹോമമായിട്ടാണ് നടത്തുന്നത്. ഇത് തമിഴ്നാട്ടിൽ കൂടുതൽ പ്രശസ്തമായ ഒരു കാര്യമാണ്. ഇത് തമിഴ് ആചാരപ്രകാരം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് ആചാരപ്രകാരമായിരിക്കും ഇത് ചണ്ഡികാ ഹോമം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.